ദിലീപ്, അശോകൻ, കൊച്ചിൻ ഹനീഫ പോലുള്ള പ്രഗത്ഭർ അവർ ഒരുപാട് ചിരിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയല്ല, ഉടനെ സംഭവിക്കും. നമ്മൾ സിനിമക്കാരെ ആരെയും ഉപദ്രവിക്കാനോ അല്ല അവരെ വിമർശിക്കാനോ പരിഹസിക്കാനോ ഒന്നും അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാജോളിൻ്റെ സിനിമാ പ്രവേശം. പക്ഷെ പ്രേക്ഷകൻ ഏത് രീതിയിൽ അത് കാണും എന്നതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അത് സിനിമയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ പല അബദ്ധത്തിലും ചാടാതെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ശരിക്കും ഒരു ജനസേവനം പോലുള്ളൊരു പരിപാടിയാണ് ഈ സിനിമയുടെ ഉദ്ദേശം. അപ്പോൾ ഈ തിരക്കഥാകൃത്തിന് എന്ത് പറയാനുണ്ട് എന്നുള്ളത് കൂടെ തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. രംഗപ്രവേശനം എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് മുമ്പുള്ള ഓഡീഷൻ, അതിലെ തട്ടിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിവീൽ ചെയ്യുന്നത്. കുറച്ച് സംഭവങ്ങൾ എന്തായാലും ഉണ്ട്. അതെ, അത് എന്തായാലും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സിനിമക്കാരെ ആരെയും ഉപദ്രവിക്കാനോ അല്ല അവരെ വിമർശിക്കാനോ പരിഹസിക്കാനോ ഒന്നും അല്ല. ഓഡിഷൻ നിർബന്ധമാണല്ലോ. ഇപ്പോൾ 10 സിനിമയിൽ അഭിനയിച്ചാലും പുതിയൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകണമെങ്കിൽ അവർ ഓഡിഷൻ നടത്തും. എന്താണ് ഈ ഓഡിഷൻ്റെ അർത്ഥം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊതുജനത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അത് ബോധ്യപ്പെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആരും വഴക്കൊന്നും പറയാൻ സാധ്യതയില്ല. എങ്കിലും അങ്ങനെ പറയണമെന്ന് തോന്നുന്ന ഒരു നിമിത്തം ഞങ്ങൾക്കുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഇൻസ്പയർഡ് സ്റ്റോറിയാണ്. ആ ഇൻസ്പിറേഷൻ എപ്പോൾ തോന്നി ആ നിമിഷം ഞങ്ങൾ തീരുമാനിക്കുന്നു ഇത് ഞങ്ങളൊരു സിനിമ ആക്കാം തീരുമാനിക്കുന്നു. അങ്ങനെയാണ്. ഫുൾ സിനിമ പശ്ചാത്തലം തന്നെയാണ്. ഹ്യൂമറാണ് ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള. അതിപ്പം മുമ്പുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുമ്പ് ഒരു കംപ്ലീറ്റ് കോമഡി ജോണറിൽ നിന്ന് ഒരു സീരിയസ് ജോണറിലേക്ക് വരാനുള്ള കാര്യമുണ്ട്. അത് ഇപ്പോൾ മുമ്പുള്ള സിനിമയിൽ എനിക്ക് തോന്നുന്നു നേരത്തെ നമുക്ക് തമാശ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമുണ്ട്. നമ്മളിപ്പോൾ പ്രേക്ഷകൻ സിറ്റുവേഷനിൽ ഒരു ഹ്യൂമർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത് തമാശ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടമല്ലേ. അതൊക്കെ കഴിഞ്ഞു പോയി, അത് വേണ്ട. സാർ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ സിറ്റുവേഷൻ വൈസ് കോമഡിയുടെ കാര്യം. പക്ഷെ പണ്ടത്തെ പറക്കം തെളിയ എന്ന് പറയുന്ന ഫിലിം ഉണ്ടല്ലോ, അത് അപ്പോഴത്തെ ജനറേഷനും ആസ്വദിക്കുന്നു, ഇപ്പോഴത്തെ ജനറേഷനും ആസ്വദിക്കുന്നു. ആ ഒരു ടൈപ്പ് കോമഡി ആ പറക്കം തെളിയ പോലുള്ള ഫിലിമില്ല. അപ്പം അത് ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഏത് ജനറേഷൻ വന്ന് ആ പറക്കം തെളിയ കണ്ടാലും നമുക്ക് നമ്മളെ മറന്ന് ചിരിക്കുന്ന ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അതിലെ കോമഡി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള കോമഡിയിലും അതും തമ്മിൽ എന്താ വ്യത്യാസമായിട്ട് തോന്നിയത്? പിന്നെ ഈ ഫിലിമിൽ ആ ടൈപ്പിലുള്ള കോമഡി എന്താണ് വരാത്തത്? സാറ് അത് ഉൾക്കൊള്ളിപ്പിക്കാത്തത്? അത് ശരിയാണ്, ശരിയായൊരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പഴയ സിനിമ, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമ വീണ്ടും കാണുന്നത് ആ ഒരു ഓർമ്മയും കൂടെ വെച്ചുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവർ എൻ്റർടൈൻഡ് ആകുന്നത്. അന്ന് അവരെ എൻ്റർടൈൻ ചെയ്തത് വീണ്ടും കാണുന്നത്, കുട്ടികളൊക്കെ വീണ്ടും കാണുന്നുണ്ട്. കാണുമ്പോൾ അവർ എനിക്കൊന്ന് ആ ഓർമ്മ പിന്തുടർന്നുള്ള ഒരു ചിരിയാണ്. പക്ഷേ വ്യത്യാസമൊന്നുമില്ല. കാരണം നമുക്ക് വളരെ ഗൗരവമായിട്ട് ചെയ്തപ്പോൾ ദിലീപ്, അശോകൻ, കൊച്ചിൻ ഹനീഫ പോലുള്ള പ്രഗത്ഭർ അവർ ഒരുപാട് ചിരിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഒരു റിയാലിറ്റിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് അത് ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക്. അങ്ങനെയുള്ളവർക്ക് ഏത് സിറ്റുവേഷനും, ഏത് വളരെ ഗൗരവമായിട്ടുള്ള സിറ്റുവേഷൻ പോലും ഒരു ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു രംഗമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു തമാശ ഉണ്ടാക്കാനുള്ള ശ്രമം ഫീൽ ചെയ്താൽ പ്രേക്ഷകനത് തിരിച്ചറിയും. പെട്ടെന്ന് തിരിച്ചറിയുകയും അവനതൊരു അരോചകമാകുകയും ചെയ്യും. അപ്പോൾ ആ ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതെ, ആർട്ടിസ്റ്റുകൾ അവരുടെ മിടുക്കിലാണ് ഈ ഹ്യൂമർ സിറ്റുവേഷനെ അവർ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും എന്നാൽ ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പം നമ്മൾ അറിയാം, പഴയ മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ എന്താണ് വളരെ നാച്ചുറലായിട്ടല്ലേ പുള്ളി സാധനം ചെയ്ത് നമ്മൾ പുള്ളി ചിരിപ്പിക്കാൻ വേണ്ടി ഒരു അധ്വാനവും നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇത്. പുതിയ കാര്യമൊന്നുമല്ല, ഇത് മുമ്പ് പോലെ ഉള്ളത് തന്നെയാണ്. സെക്കൻഡ് പാർട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സാറിനത് മനസ്സിലുണ്ടോ? ഇനിയിപ്പം വരാൻ സാധ്യതയുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. ഞങ്ങളത് ചെയ്യാനുള്ള ചില പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു. അവിടെ ഈ നേരത്തെ ചോദിച്ച ചോദ്യം ആ ഒരു വിഷയത്തിൽ പ്രസക്തമാണ്. ഇപ്പോൾ പറക്കുന്നിറയ പോലുള്ള സിനിമ ചെയ്ത ആൾ പിന്നെ മാറി ഹ്യൂമർ സിറ്റുവേഷനിൽ കൂടി മാത്രം മതി എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട്
എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ ഞങ്ങൾ ആ രണ്ടാം ഭാഗത്തിൽ കാണണം. രണ്ടാം ഭാഗത്തിൽ നമ്മൾ ആദ്യം കണ്ട പ്രേക്ഷകനെ വീണ്ടും കാണുമ്പോൾ അവൻ എൻ്റർടൈൻഡ് ആകണം. എന്നാൽ പഴയ സങ്കേതങ്ങൾ ഒക്കെ മാറ്റി നിർത്തി വേണം ചെയ്യാനും താൻ. അപ്പോൾ അതൊരു ആ രീതിയിലൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഞങ്ങളത് ഇമ്മീഡിയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഉടനെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. ഉടനെ സംഭവിക്കും ഞങ്ങൾ ഉറപ്പായിട്ടും.